بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على محمد وعلى آله وبارك وسلم تسليما كثيرا كثيرا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ കൂടെ നിങ്ങളെ കാണാൻ സാധിച്ചതിലുള്ള എൻ്റെ അതിയായ സന്തോഷം അറിയിക്കുകയാണ്. ഈ വേളയിൽ ഇങ്ങനൊരു അവസരം തന്ന സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അൽഹംദുലില്ലാ എന്ന വചനത്തിലൂടെ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ ഈ സദസ്സിലേക്ക്, ഈ വേദിയിലേക്ക് നിങ്ങളുമായി അല്പസമയം സംസാരിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച ജമാഅത്തെ ഇസ്ലാമി മാട്ടൂൽ ഘടകത്തിനെയും അതിൻ്റെ ബഹുമാനികളായ സംഘാടകർക്കും ഞാൻ നന്ദി പറയുകയാണ്. സാധാരണഗതിയിൽ പ്രഭാഷണം പൂർത്തിയാക്കുമ്പോൾ പ്രഭാഷകനാണ് നന്ദി പറയാറുള്ളത്. അതിന് പുറമേ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. കാരണം അൽ-അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നല്ലത് കൽപ്പിക്കുക, തിന്മയിൽ നിന്ന് തടയുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നല്ലത് പറയാനും തിന്മയിൽ നിന്ന് തടയാനും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനും നിങ്ങൾ എനിക്ക് അവസരം നൽകിയത് കാരണം ഞാൻ നിങ്ങൾക്കാണ് നന്ദി പറയേണ്ടത്. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ ഒരവസരം നിങ്ങൾ എനിക്ക് നൽകിയതിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്കാണ് നന്ദി രേഖപ്പെടുത്തേണ്ടത്. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഞാൻ ആലോചിച്ചു പോയി. ഞാൻ ഒരു പുറംനാട്ടുകാരനാണ്, ഒരു വരത്തനാണ്, പുറംനാട്ടുകാരനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ണൂരിലെ പുതിയാപ്പിളയാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മാട്ടൂരിലെ പുതിയാപ്പിളയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അള്ളാഹുവിൻ്റെ വിധി അങ്ങനെയായി. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിലുള്ള ജീവിതത്തിൽ ഞാൻ ഓർക്കുകയായിരുന്നു, ഈ മാട്ടൂരിൽ എനിക്ക് പരിചയമുള്ളത് എൻ്റെ ഭാര്യ വീട്ടുകാരെയാണ്. ആ ഭാര്യ വീട്ടുകാരും ബന്ധുക്കൾക്കും പുറമെ എനിക്ക് പരിചയമുള്ള ബന്ധങ്ങളും എൻ്റെ സൗഹൃദങ്ങളുമെല്ലാം അലിക്കുട്ടി സാഹിബിനെ പോലുള്ള, മുസ്തഫ സാഹിബിനെ പോലുള്ള, മഹ്മൂദ് സാഹിബിനെ പോലുള്ള പ്രാസ്ഥാനിക ബന്ധങ്ങളാണ്, അള്ളാഹുവിൻ്റെ പേരിലുള്ള ബന്ധങ്ങളാണ്. ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു, ഒരു വേള കുടുംബ ബന്ധത്തിൻ്റെ അത്ര തന്നെ ഊഷ്മളമാണ്, അത്രത്തോളം രൂഢമൂലമാണ് അള്ളാഹുവിൻ്റെ പേരിലുള്ള പ്രാസ്ഥാനികമായിട്ടുള്ള ബന്ധം. നമ്മുടെ ഇന്നത്തെ വിഷയമായ അള്ളാഹുവിൻ്റെ പേരിൽ സംഗമിക്കുക, അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്ന അടിസ്ഥാനത്തിൻ്റെ മുകളിലാണ് ഈ പ്രാസ്ഥാനിക ബന്ധം നിലയുറപ്പിക്കുന്നത്. അടിത്തറ, പ്രാസ്ഥാനിക ബന്ധത്തിൻ്റെ അടിത്തറ, പ്രാസ്ഥാനിക സൗഹൃദത്തിൻ്റെ അടിത്തറ പരസ്പരം നന്മ കൽപ്പിക്കലാണ്, പരസ്പരം തിന്മ തടയലാണ്, പരസ്പരം അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കലാണ്. അള്ളാഹു ആ രീതിയിൽ നമ്മുടെ സ്നേഹബന്ധത്തെ ഊഷ്മളമാക്കുമാറാകട്ടെ. ഇന്ന് ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ പേരിൽ പരസ്പരം ഇഷ്ടപ്പെട്ടതുപോലെ, അള്ളാഹുവിൻ്റെ പേരിൽ പരസ്പരം സംഗമിച്ചതുപോലെ, ഇതൊന്നും ഒഴിവാക്കി. അങ്ങനെയാണ് മൈക്ക് മാത്രം മതി, അങ്ങനെ സൗണ്ട് ക്ലിയർ ആവും. വിറതാങ്ങി എന്നാണ് അതിന് പറയുക. വിറയില്ലെങ്കിൽ പിന്നെ താങ്ങണ്ടല്ലോ. ശരി, അള്ളാഹു ആ രീതിയിൽ നമ്മുടെ ബന്ധങ്ങളെല്ലാം ഊഷ്മളമാകട്ടെ. ഇന്നിവിടെ റബ്ബിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല
അവൻ്റെ മാർഗത്തിലേക്ക് നമ്മളെ നയിക്കാൻ നമുക്ക് ഇറക്കിയതാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിലെ പ്രഥമ സൂറത്ത് അൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്നുള്ള ആയത്ത് പറഞ്ഞുകൊണ്ടാണ്. ആ ആയത്തിന്റെ അർത്ഥമാക്കുന്നത് ഖുർആനിനെ പരിചയപ്പെടുത്തുകയാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, ഈ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, ഈ ഗ്രന്ഥത്തിൽ ഒരു സംശയവുമില്ല. ആളുകൾക്ക് സംശയിക്കാനൊന്നുമില്ല, മനസ്സിലാകാത്തത് ഒന്നുമില്ല. തുടർന്ന് അല്ലാഹു പറയുന്നു ഹുദൽ ലിൽ മുത്തഖീൻ, ഈ ഖുർആൻ ഹുദയാണ്, സന്മാർഗമാണ്. ഈ ഖുർആൻ ഒരു ദീപസ്തംഭമാണ്, ഒരു പ്രകാശഗോപുരമാണ്. ഇരുട്ടുള്ള ഒരു പാതിരാവിൽ ഒരു വഴിയിൽ കൂടി നടന്നു നീങ്ങുന്ന മനുഷ്യന് വഴി കാണിക്കാൻ വേണ്ടിയുള്ളതാണ് ഖുർആൻ. കടലിൽ എവിടെയാണ് കരയെന്നറിയാതെ സഞ്ചരിക്കുന്ന ഒരു കപ്പലുകാരന്, ഒരു ബോട്ടുകാരന് എവിടെയെന്ന് കര കാണിച്ചു കൊടുക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് പോലെയാണ് ഖുർആൻ. ആ ഖുർആൻ ഹുദ എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ആ ഖുർആൻ നമ്മളോട് പറയുന്നതും നിങ്ങളും ഹുദയായി മാറണം, നിങ്ങളും ഹാദിയായി മാറണം. ഖുർആൻ സന്മാർഗമാണ്. ഖുർആൻ സന്മാർഗത്തിലേക്ക് മനുഷ്യരെ നയിക്കുകയാണ്. ഇതുപോലെ മനുഷ്യരെ നിങ്ങളും സന്മാർഗികളായാൽ മാത്രം പോരാ, നിങ്ങൾ സന്മാർഗത്തിലേക്ക് ആളുകളെ നയിക്കണം, സന്മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കണം. ഖുർആനിന്റെ വരിയിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി വ തുഅ്മിനൂന ബില്ലാഹ്. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണ്. ഖുർആൻ അങ്ങനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സമുദായത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഉത്തമ സമുദായമായി മാറുന്നത്? ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല. ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളവരാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവർ, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ, ജനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവർ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവർ, ജനങ്ങളെ വൈവെളിച്ചത്തിലേക്ക്, നല്ല വെളിച്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നവർ. കേവലമായി നിങ്ങൾ സന്മാർഗികളായി മാത്രം ജീവിക്കലല്ല, മറിച്ച് നിങ്ങളെല്ലാം ഹാദികളായി മാറണം, സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരായി നിങ്ങൾ മാറണം. തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി വ തുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ വിശ്വാസികളാണ്, നിങ്ങൾ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നുണ്ട്. അത് മാത്രം പോരാ, തഅ്മുറൂന ബിൽ മഅറൂഫ്, ആ നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അത് നിങ്ങളുടെ കൂടെയുള്ള ആളുകളോട് നിങ്ങൾ പങ്കുവെക്കണം. നല്ലത് കൂടെയുള്ള ആളോട് പറഞ്ഞു കൊടുക്കണം, തിന്മ കാണുമ്പോൾ തടുക്കണം. ഖുർആൻ ഹുദയായതുപോലെ മനുഷ്യരോടും നിങ്ങൾ ഹാദിയായി മാറാൻ ഖുർആൻ കൽപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന് പുറമെ നമ്മളിലേക്ക് സന്മാർഗത്തിലേക്ക് വേണ്ടി അയച്ചു തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, പ്രവാചകനെ നമ്മൾ പിൻപറ്റുന്നു, പ്രവാചകന്റെ സുന്നത്തിനെ നമ്മൾ അനുധാവനം ചെയ്യുന്നു. ഫർദ് നമസ്കാരം നമസ്കരിക്കുന്ന നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന പ്രവാചകന്റെ സുന്നത്തായതിന്റെ പേരിലാണ്. സക്കാത്തിനോടൊപ്പം സദക്ക കൃത്യമായി നല്ല രീതിയിൽ കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് പ്രവാചകൻ കാണിച്ചു തന്ന ചര്യയായതിന്റെ പേരിലാണ്. ഹജ്ജിന് പുറമെ നമ്മൾ ഉംറ ചെയ്യാൻ പോകുന്നത് അത് പ്രവാചകന്റെ ചര്യയായതിന്റെ പേരിലാണ്. ഫർദ് നോമ്പുകൾക്ക് പുറമെ സുന്നത്ത് നോമ്പുകൾ നമ്മൾ അനുഷ്ഠിക്കുന്നത് പ്രവാചകന്റെ സുന്നത്തും ചര്യയായതിന്റെ പേരിലാണ്. എന്റെ ചോദ്യം നിങ്ങളോടുള്ള, പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുന്നത്ത് എന്തായിരുന്നു? പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുന്നത്ത് എന്താണ്? ഇത് സുന്നത്ത് നിസ്കാരമല്ല, സുന്നത്ത് നോമ്പല്ല, ഉംറയല്ല, സദക്കകളല്ല. പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുന്നത്ത് എന്തായിരുന്നു? പ്രവാചകൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തത് എന്തായിരുന്നു? എന്താ? പ്രബോധനം. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീ. പ്രവാചകൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ സുന്നത്ത് പ്രബോധനമായിരുന്നു. പ്രവാചകൻ നബിയാണ്, റസൂലാണ്. ആ പ്രബോധനമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തത്. പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യായിരുന്നു. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത് ഏറ്റവും അവസാനത്തെ ആയത്തിലേക്ക് എത്തിയപ്പോൾ ആ ആയത്ത് വല്ലാതെ മനസ്സിൽ തറച്ചു. ആ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. ആ വചനം എങ്ങനെയാണ്? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹു വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാനും നിങ്ങളെ പോലുള്ള മനുഷ്യനാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ ഉപ്പമാരായതുപോലെ തന്നെ ഞാനും ഫാത്തിമയുടെയും ഉമ്മു കുൽസൂമിന്റെയും റുഖയ്യയുടെയും സൈനബിന്റെയും പിതാവാണ്. നിങ്ങൾ ഭർത്താവായതുപോലെ ഞാനും ആയിഷയുടെ ഭർത്താവാണ്. നിങ്ങൾ മകനായതുപോലെ ഞാനും ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനാണ്. നിങ്ങൾ കച്ചവടം ചെയ്തതുപോലെ ഞാനും കച്ചവടം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വികാരങ്ങളും വിചാരങ്ങളും ഉള്ളതുപോലെ എനിക്കും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. ദുഃഖങ്ങളും നൊമ്പരങ്ങളും വേദനകളും സന്തോഷങ്ങളും എല്ലാം ഉണ്ട്. ദുനിയാവിന്റെ എല്ലാവിധ വിചാരങ്ങളും വികാരങ്ങളും എല്ലാം എനിക്കുണ്ട്. ഇന്നമാ അന ബശറും മിസ്ലുക്കും. പക്ഷേ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദുൻ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വഹി എനിക്ക് കിട്ടി. വഹി എനിക്ക് കിട്ടിയത് മുതൽ പിന്നെ ഞാൻ എന്തായി മാറി? അതിനുശേഷം ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു, അവരോട് വിളംബരം ചെയ്തു. ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിനത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ അവൻ നന്മ ചെയ്തു കൊള്ളട്ടെ. അവൻ നന്മ ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത രീതിയിൽ അവൻ ജീവിക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40 വർഷം വരെയുള്ള ജീവിത കാലഘട്ടം. പ്രവാചകന്റെ ഒരു ഫാമിലി മേലാണ്, കച്ചവടക്കാരനാണ്. താനും തന്റെ കുടുംബവുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു പോവുകയാണ്. ഹിറാ ഗുഹയിൽ നിന്ന് ലഭിച്ച വഹിയായിരുന്നു പ്രവാചകന്റെ ജീവിതത്തെ ഒരു ടേണിംഗ് പോയിന്റായി മാറ്റിയത്. പിന്നീട് 23 വർഷക്കാലത്തെ ആ ജീവിതം എങ്ങനെയായിരുന്നു? ആ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. 23 വർഷക്കാലത്തെ ജീവിതം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ മാസം 11-ാം തീയതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സാഹചര്യത്തിൽ സക്രാത്തിന്റെ നിമിഷത്തിൽ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോവുകയാണ്. പ്രവാചകന്റെ അടുത്ത് പ്രിയങ്കരിയായ ഫാത്തിമ മോൾ ഇരിക്കുന്നുണ്ട്. ഉപ്പാന്റെ പനി കാരണമായിട്ട് അതിശക്തമായിട്ടുള്ള വേദനയും പ്രയാസവും കണ്ടപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ വിഷമായി. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉപ്പാനോട് പറഞ്ഞു, എന്റെ ഉപ്പാന്റെ വേദനയെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയായിട്ട് ഫാത്തിമയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ലൈസ അലാ അബിക കർബൻ ബഅദൽ യൗമ യാ ഫാത്തിമ, ഇന്നത്തെ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പാന്റെ ജീവിതത്തിൽ ഒരു വേദനമോ ഒരു ദുഃഖമോ ഇല്ല. ഇന്നത്തെ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പാന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളോ വിഷമങ്ങളോ ഒന്നുമില്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഈ കഴിഞ്ഞ 23 വർഷക്കാലം ഞാൻ അനുഭവിച്ച ത്യാഗങ്ങളും നൊമ്പരങ്ങളും വേദനകളുണ്ട്. 40-ാമത്തെ വയസ്സിൽ എനിക്ക് നുബൂവത്ത് കിട്ടുന്ന സമയത്ത് ഞാൻ വിശ്വസ്തനായിരുന്നു, സത്യസന്ധനായിരുന്നു. അതിനുശേഷം ഞാൻ ഭ്രാന്തനായി, അതിനുശേഷം ഞാൻ കള്ളനായി, അതിനുശേഷം ഞാൻ മാരണക്കാരനായി, അതിനുശേഷം ഞാൻ ജോത്സ്യനെന്ന് എൻ്റെ നാട്ടുകാരെന്നെ മുദ്രകുത്തി കളിയാക്കി. എൻ്റെ ആൺകുട്ടികൾ മരണപ്പെട്ട സമയത്ത് എൻ്റെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ എൻ്റെ മുമ്പിൽ ആഘോഷിക്കുന്ന അവസ്ഥയുണ്ടായി. എൻ്റെ ഏറെ പ്രിയപ്പെട്ട എൻ്റെ എളാപ്പമാര് പോലും, എൻ്റെ പ്രിയപ്പെട്ടവർ പോലും എന്നെ കളിയാക്കുന്ന പരിഹസിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. സ്വന്തം നാട്ടിൽ നിന്ന് ഞങ്ങൾ ആട്ടിയോടിക്കപ്പെട്ടു, ഉപരോധം ഏർപ്പെട്ടു. മക്കയിലെ ഷൈബ് അബി ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ സഹാബികളും ജീവിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ജീവിച്ചിട്ടുണ്ട്. അന്നും ഒന്നും കഴിക്കാനില്ലാത്ത സമയത്ത് ആ മലഞ്ചെരിവിൽ വളർന്ന പച്ചിലകൾ പറിച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിച്ചതിന്റെ പേരിൽ ഞങ്ങളുടെ വായും ചുണ്ടുകളുമെല്ലാം മുറിഞ്ഞ അവസ്ഥാവിശേഷണം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്കിനുണ്ട്. അവസാനം എൻ്റെ ഉമ്മയുടെ നാട്ടിലേക്ക് അവരെ ക്ഷണിക്കാൻ വേണ്ടി, ഹിദായത്തിലേക്ക് വേണ്ടി ഞാൻ അവരെ ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ തായിഫിലെ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ നാട്ടിലെ ചെറിയ പിള്ളേരെ വിട്ട് എന്നെ കല്ലെറിഞ്ഞു ഓടിച്ചു. എൻ്റെ ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊഴുകി. എൻ്റെ കാലും ചെരുപ്പും ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ചോര എൻ്റെ ശരീരത്തിൽ നിന്ന് വാർന്നൊഴുകി. അവസാനം ഞാനും സഹാബത്തും മദീനയിലേക്ക് യാത്രയായി. എൻ്റെ ഹറമിനെ ഉപേക്ഷിച്ചു, എൻ്റെ മക്കയെ ഉപേക്ഷിച്ചു, എൻ്റെ നാടിനെ ഉപേക്ഷിച്ചു. ആ മദീനത്ത് പോലും എന്നെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ അവരെന്നെ അനുവദിച്ചില്ല. എൻ്റെ ഭാര്യയായ ആയിഷക്കെതിരെ പോലും അവർ അപവാദങ്ങൾ ഉണ്ടാക്കി. മദീനത്തെ ജൂതന്മാർ, മദീനത്തെ മുനാഫിക്കങ്ങൾ നിരന്തരമായിട്ടുള്ള പീഡനങ്ങൾ 23 വർഷക്കാലം ജീവിച്ചു തീർത്ത ഒരു പ്രവാചകൻ തൻ്റെ ഉമ്മത്തിനോട് പഠിപ്പിക്കുന്ന പാഠം, നിങ്ങളും പ്രവാചകന്മാരായി മാറണം എന്നുള്ളതാണ്. നിങ്ങളും റസൂലായി മാറണം, നിങ്ങളും സന്മാർഗത്തിലേക്ക് ആളുകളെ നയിക്കുന്നവരായി മാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന മുതവാസിലൽ അഹ്സാൻ ദാഇമൽ ഫഖർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് എപ്പോഴും ഒരു ചിന്തയുണ്ടായിരുന്നു, എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു.
തുടർന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന ഫിക്റുഹു കാന ഹുസ്നുഹു അൽ ഉമ്മ, പ്രവാചകന്റെ ദുഃഖവും വേദനയും ഉമ്മത്തായിരുന്നു. ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു വികാരം, എൻ്റെ ഉമ്മത്ത്, എൻ്റെ സമുദായം എന്ന് പറയുന്ന ഒരു വികാരം. മരണക്കിടക്കയിൽ സക്രാത്തിന്റെ നിമിഷത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ സന്ദർഭങ്ങളും, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ വാക്കുകളും സീറയുടെ ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ആവർത്തിച്ച് പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത്, യാ ഉമ്മത്തി ഉമ്മത്തി എന്നൊരു വാക്കായിരുന്നു. ആ വികാരം നമ്മളിലും ഉണ്ടാവണം. ആ ഒരു ദഅവത്തിന്റെ ഫിക്ർ നമ്മളിലും ഉണ്ടാവണം. ആ ഒരു നന്മ കൽപ്പിക്കാനുള്ള ത്വര, തിന്മ തടയാനുള്ള ത്വര, അത് നമ്മളിൽ ഉണ്ടാവണം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഖുത്ബത്തുൽ വിദാ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഭാഷണമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 10-ാം വർഷമാണ് പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെയും ആദ്യത്തെയും ഹജ്ജ് നിർവഹിച്ചത്. ആ ഹജ്ജിന് ശേഷം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ചിട്ടില്ല. അന്ന് ഹിജ്റ 10-ന് ദുൽഹിജ്ജ മാസം 10-ാം തീയതി 9-ാം തീയതി അറഫാ ദിനത്തിന്റെ അന്ന് അറഫ മൈതാനിൽ ഒരുമിച്ച് കൂടി വിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സഹാബാക്കളെ സാക്ഷിയാക്കിക്കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രഭാഷണം നിർവഹിച്ചത്. അന്നായിരുന്നു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മായിദയിലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നത്തോടുകൂടി വിശുദ്ധ ഖുർആൻ ഇറങ്ങാനിരിക്കുന്ന മുഴുവൻ ആയത്തുകളും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഖുർആൻ പരിപൂർണമായി ഇറങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ ദീനിനെ പരിപൂർണമാക്കിയിരിക്കുന്നു. ദീനിന്റെ എല്ലാ വിധിവിലക്കുകളും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഖുർആൻ ആയത്ത് ഇറങ്ങിയത് അന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സഹാബാക്കളെ സാക്ഷികളാക്കിക്കൊണ്ട് ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്തു, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ നല്ല രീതിയിൽ നിർവഹിച്ചിട്ടില്ലേ? ഖുർആനിൽ നിന്ന് ലഭിച്ച ഓരോ സന്ദേശം കൃത്യമായി നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? ഖുർആനിലെ ഓരോ അധ്യാപനങ്ങളും ഒരു സൂറത്ത് പോലും നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിരിക്കില്ലേ? അവിടെ കൂടിയിരുന്ന സഹാബാക്കളെല്ലാം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, തീർച്ചയായും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് കൊയ്യുയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്. അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുദ്രാവാക്യം, പ്രവാചകൻ ഒരു ആജ്ഞ പുറപ്പെടുവിപ്പിച്ചു, ഫൽയുബല്ലിഗു ഷാഹിദു മിന്നാ അൽ ഗായിബ്. ഇന്നിവിടെ ഹിജ്റ 10-ാം വർഷം ദുൽഹിജ്ജ മാസം 9-ാം തീയതി അറഫാ ദിനത്തിൽ അറഫാ മൈതാനിൽ എൻ്റെ കൂടെ ജീവിച്ച സഹാബാക്കളായ പുരുഷന്മാരെ, സ്ത്രീകളെ, നിങ്ങളിൽ ഇവിടെ ഹാജറില്ലാത്ത ഒരു വിഭാഗം മനുഷ്യ സമൂഹം പുറത്തുണ്ട്. ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരിലേക്ക് നിങ്ങൾ യാത്രയാവണം. ഞാൻ പഠിപ്പിച്ച ഈ ദിവ്യ സന്ദേശത്തെ, ഞാൻ പഠിപ്പിച്ച ഈ ദീനിനെ, ഞാൻ പഠിപ്പിച്ച ഈ മതത്തെ, ഞാൻ പഠിപ്പിച്ച ഈ ശരീഅത്തിനെ, ഞാൻ പഠിപ്പിച്ച ഖുർആനെ നിങ്ങൾ അവരിലേക്ക് എത്തിച്ചുകയും നിങ്ങൾ അവരിലേക്ക് എത്തിക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ പലരും മക്കയിലും മദീനയിലേക്ക് പോയിട്ടുണ്ടാവും. അവിടെ മദീനത്തെ ജന്നത്തുൽ ബഖീലും മക്കയിലെ ജന്നത്തുൽ അർഖദിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവും. അവിടെ വളരെ അല്പം സഹാബാക്കളുടെ കബറുകൾ മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്റെ ബാക്കി സഹാബികളുടെ കബറുകൾ എവിടെയാണുള്ളത്? പ്രവാചകന്റെ ബാക്കി സഹാബികളുടെ കബർ എവിടെയാണുള്ളത്? മക്കയിലെ മുഹാജിരികളായ പല സഹാബികളുടെയും കബർ എവിടെയാണുള്ളത്? അൻസാരികളായ പല സഹാബികളുടെയും കബർ എവിടെയാണുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി ജീവിച്ചു, നബിയായി ജീവിച്ചു, ഉമ്മത്തിന് വേണ്ടി ജീവിച്ചു. ആ ഉമ്മത്തിന്റെ വികാരങ്ങൾക്ക് പേരിൽ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും പീഡനങ്ങളും സഹിച്ചു. മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ അംർ ഇബ്നു ആസാണ്, നബിതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹാബികളിൽ ഒരാളാണ്. ഉപ്പ, അങ്ങ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ച കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പീഡനം എന്തായിരുന്നു? അഖ്ബിർനി ബിഅശദ്ദി ശൈഇൻ സനഅഹുൽ മുശ്രികൂന ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുശ്രിക്കുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത ഏറ്റവും കഠിന ക്രൂര പീഡനം എന്തായിരുന്നു? അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരിക്കൽ കാബയുടെ അടുത്തിൽ ഇരിക്കുകയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനന്ന് മുസ്ലിം ആയിട്ടില്ല, ഞാനന്ന് മുഷ്രിക്കാണ്. പ്രവാചകൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ മക്ക മുഷ്രിക്കുകൾ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അതിൽ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്യിത്ത് എന്ന് പറയുന്ന കൊടിയ മക്ക മുഷ്രിക്ക് നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷാളിന്റെ തുണി ഉപയോഗിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന പ്രവാചകന്റെ കഴുത്തിലിട്ട് മുറുക്കി. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രവാചകന് ശ്വാസം കിട്ടാതെ വെപ്രാളപ്പെടുന്നതും ബേജാറാവുന്നതും ശ്വാസം മുട്ടി പ്രവാചകൻ വിറക്കുന്നതും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നുണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ട ഒരു മനുഷ്യൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിലായിരുന്നു അത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്നു.
ഓടി വന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ തന്നെ തുടരുന്നു. സുജൂദ് ചെയ്യാൻ വേണ്ടി മണ്ണിലേക്ക് തല ചേർത്ത് വെച്ചിട്ടുണ്ട്, നെറ്റിത്തടം ചേർത്ത് വെച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിരടിയുടെ മേൽ പ്രവാചകന്റെ തലയുടെ പിറകിലായിക്കൊണ്ട് ഉഖ്ബത്ത് അബീ മുഅയ്ത്ത് എന്ന മനുഷ്യൻ ചവിട്ടി പിടിച്ചിരിക്കുന്നു. സീറയുടെ ഗ്രന്ഥങ്ങളിൽ ആ റിവായത്ത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഹത്താ കാദത് ഐനാഹു തുബ്റസാൻ, പ്രവാചകന്റെ കണ്ണ് തള്ളിപ്പോകുന്ന രീതിയിൽ മണ്ണിൽ അമർത്തിപ്പിടിച്ചു ഉഖ്ബത്ത് അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന മനുഷ്യൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓടി വന്നു ഉഖ്ബത്തിന്റെ തോളത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും പ്രബോധനം ചെയ്യുകയും ചെയ്തതിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലാൻ നോക്കുകയാണോ? അബൂബക്കറിനും കിട്ടിയടി. മക്കയിലെ മുഷ്രിക്കുകൾ വളഞ്ഞിട്ട് അബൂബക്കറിനെ അടിച്ചു. അന്ന് അബൂബക്കറിന്റെ മകളായിരുന്നു അസ്മാ റളിയല്ലാഹു അൻഹ. അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് നമുക്ക് വായിക്കാൻ സാധിക്കും. ഉപ്പ അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വന്നത് ഉപ്പയുടെ തലക്കകത്ത് മുടിയൊന്നും ഉണ്ടായിരുന്നില്ല. മുടി പോലും മക്കത്തെ മുഷ്രിക്കുകൾ പറിച്ചു കളഞ്ഞു. ആ രീതിയിലുള്ള കഠിന പീഡനങ്ങളെ അവർ അനുഭവിച്ചത്. ആ അവസ്ഥയിൽ കൂടി പോയത് ഈ ഒരു ദഅവത്ത് പൂർണ്ണമായി നിർവഹിക്കാൻ വേണ്ടിയായിരുന്നു. പ്രവാചകന്റെ മരണാനന്തര ശേഷം അവർ അത് കൃത്യമായി നിർവഹിച്ചു. ഞാൻ കോഴിക്കോട് നാട്ടുകാരനാണ്, കൊയിലാണ്ടിക്കാരനാണ്. കൊയിലാണ്ടിയിൽ കൊല്ലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ കൊല്ലത്തൊരു പള്ളിയുണ്ട്, പാറപ്പള്ളി. ആ പാറപ്പള്ളിയോട് ചേർന്നുകൊണ്ട് ഒരുപാട് ഖബറുകളുണ്ട്. ആ ഖബറുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യാത്രയായി വന്ന സഹാബികളുടെ ഖബറുകളായി കണക്കാക്കപ്പെടുന്നു. തമീമുദ്ദാരി അൻസാരി എന്ന് പറയുന്ന സഹാബിയുടെ ഖബറായി കണക്കാക്കപ്പെടുന്നു. കൊല്ലത്ത് പാറപ്പള്ളി സഹാബികൾ പണിത പള്ളിയായി കണക്കാക്കുന്നു. ഞാൻ കല്യാണം കഴിച്ചു വന്ന നാട് മാടായിയാണ്, പഴയങ്ങാടിയാണ്. ഈ മാടായിയിൽ ഒരു പള്ളിയുണ്ട്, മാടായി പള്ളി, മാടായി ജുമാഅത്ത് പള്ളി, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. വളരെ പൗരാണിക ചരിത്രമുള്ള പള്ളി. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ തീരദേശങ്ങളിൽ അക്കാലഘട്ടത്തിൽ വളരെ പൗരാണികമായിട്ടുള്ള പ്രാചീനമായിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള ഇത്തരം പള്ളികൾ പണി കഴിക്കപ്പെട്ടത് എങ്ങനെയാണ്? മക്കയിലും മദീനയിലും ജനിച്ചു വളർന്ന തമീമുദ്ദാരി അൻസാരി എന്ന് പറയുന്ന സഹാബികളെ പോലെ, മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികൾ ഖബറുകൾ എങ്ങനെയാണ് കാസർഗോഡും കൊയിലാണ്ടിയിലൊക്കെ കണ്ടെത്തപ്പെട്ടത്? എങ്ങനെയാണ് ചാലിയത്ത് മുസ്ലിം പള്ളി ഉണ്ടായത്? എങ്ങനെയാണ് തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് ഉണ്ടായത്? എങ്ങനെയാണ് കേരളത്തിന്റെ ഓരോ തീരപ്രദേശങ്ങളിൽ ഇങ്ങനെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിക്കപ്പെട്ട പള്ളി ഉണ്ടായത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്കാണ് സഹാബാക്കളോട് പറഞ്ഞത്, ഫൽയുബല്ലിഗു ഷാഹിദു മിന്നാ അൽ ഗായിബ്. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഖുർആൻ ലഭിച്ചു, നിങ്ങൾക്ക് വഹി ലഭിച്ചു, നിങ്ങൾക്ക് റിസാലത്ത് ലഭിച്ചു. നിങ്ങൾക്ക് ലഭിച്ച വഹിയും റിസാലത്തും ദീനും ഇവിടെ ഇല്ലാത്ത ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു നൽകണം എന്നുള്ള പ്രവാചകന്റെ ആജ്ഞ കേട്ട് കുടുംബത്തോടൊപ്പമോ കുടുംബമില്ലാതെയോ അവർ യാത്ര ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മറമാടപ്പെട്ട സഹാബി വര്യന്മാർ. ഞാൻ ഈജിപ്തിൽ 3 വർഷം PG വിദ്യാർത്ഥിയായി പഠിച്ചിട്ടുണ്ട്. ഈജിപ്തിൽ ആഫ്രിക്കയിൽ ആദ്യമായി പണി കഴിക്കപ്പെട്ട പള്ളി ജാമിഅ അംർ ഇബ്നു ആസ് എന്നാണ് ആ പള്ളിയുടെ പേര്. ജാമിഅ അംർ ഇബ്നു ആസ്. പേര് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പീഡിക്കപ്പെട്ട സംഭവം ഉദ്ധരിച്ച സഹാബിയാണ് അംർ ഇബ്നു ആസ് എന്ന് പറയുന്ന സഹാബി. മക്കയിൽ ജനിച്ചു വളർന്ന അംർ ഇബ്നു ആസ് എന്ന് പറയുന്ന സഹാബിയുടെ ഖബർ എങ്ങനെയാണ് ആഫ്രിക്കയിലെ ഈജിപ്തിൽ മറമാടപ്പെട്ടത്? അദ്ദേഹത്തിന്റെ പേരിൽ എങ്ങനെയാണ് ഈജിപ്തിലെ ഫുസ്താത്തിൽ ജാമിഅ ഇബ്നു അംർ ഇബ്നു ആസ് എന്ന പേരിൽ ഒരു പള്ളി പണിതത്? ദീനിന് വേണ്ടി യാത്ര ചെയ്തവർ, ദീനിന് വേണ്ടി കടൽ താണ്ടിയവർ, ദീനിന് വേണ്ടി പല ദേശങ്ങളിലേക്കും യാത്രയായവർ. ഖാലിദ് വലീദ്, അദ്ദേഹം മക്കക്കാരനാണ്, അദ്ദേഹത്തിന്റെ ഖബറുള്ളത് ഡമാസ്കസിലാണ്. അലി ബിൻ അബി ത്വാലിബ്, അദ്ദേഹം മക്കക്കാരനാണ്, അദ്ദേഹത്തിന്റെ ഖബറുള്ളത് ഇറാഖിലാണ്. അബൂ അയ്യൂബ് അൽ അൻസാരി, അദ്ദേഹം മദീനക്കാരനാണ്, അദ്ദേഹത്തിന്റെ ഖബറുള്ളത് തുർക്കിയിലാണ്. ഹാത്തിബ് ഇബ്നു ഹർസ്, അദ്ദേഹം മക്കക്കാരനാണ്, അദ്ദേഹത്തിന്റെ ഖബറുള്ളത് ആഫ്രിക്കയിലെ എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതാനന്തരം ഖുലഫാഉർ റഷീദുകളുടെ കാലഘട്ടത്തിൽ, അതിനുശേഷമുണ്ടായ ഉമവി ഭരണകാലഘട്ടത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയായിട്ടുള്ള എത്ര സഹാബികൾ, എത്ര താബിഈങ്ങൾ ഈ വഹീനെ, ഈ ഖുർആനെ എത്തിക്കാൻ വേണ്ടി, ഈ അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, അല്ലാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്തത്തിന് വേണ്ടി മൂസ ഇബ്നു നുസൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ആഫ്രിക്കയിലെ ഈജിപ്ത് വഴി, തുനീഷ്യ വഴി, മൊറോക്കോ വഴി സ്പെയിനിലേക്ക് കടന്നു, യൂറോപ്പിലേക്ക് കടന്നത് അങ്ങനെയായിരുന്നു മുസ്ലിമീങ്ങൾ. മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ആ യുവാവായ മനുഷ്യൻ, അദ്ദേഹം അർമീനിയ വഴി, തുർക്കി വഴി, മധ്യേഷ്യ വഴി, പിന്നീട് അദ്ദേഹം കടന്നത് യൂറോപ്പിലെ മധ്യഭാഗത്തുള്ള തുർക്കിയിലേക്കായിരുന്നു.
ഖുതൈബ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായ താബിഈയായ മനുഷ്യന്റെ കൈകളിലൂടെയാണ് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ ഉസ്ബെക്കിസ്ഥാനിലും കസാഖിസ്ഥാനിലും താജിക്കിസ്ഥാനും കിർഗിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലും എല്ലാം ഇസ്ലാം എത്തിയത്. മുഹമ്മദ് ഇബ്നു ഖാസിം എന്ന് പറയുന്ന 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനുമാണ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലേക്ക്, സിന്ധിലേക്ക്, പാകിസ്ഥാനിലേക്ക്, ലാഹോറിലേക്ക്, ഗസ്നിയിലേക്ക് മുസ്ലിം സൈന്യവുമായിട്ട്, മുസ്ലിം സേനയുമായിട്ട്, മുസ്ലിം പ്രബോധകരുമായിട്ട് വന്നത്. 17 വയസ്സ് മാത്രമായിരുന്നു അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇങ്ങനെ തങ്ങളുടെ നാടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് യാത്രയായ ഒരു വലിയ വിഭാഗം മനുഷ്യർ. അവരുടെ ഖബറുകൾ പല നാടുകളിലുണ്ട്. അവരുണ്ടാക്കിയ പള്ളികളാണ് നമ്മുടെ പഴയ പള്ളികൾ. അവരുടെ അവശേഷിപ്പുകളാണ്, ഖബറുകളാണ് നമ്മൾ കാണുന്നത്. അവർ നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. അവര് കൊളുത്തി വെച്ചിരിക്കുന്ന ആ ദീപം കെടുത്താൻ സമയമായിട്ടില്ല. അവർ പ്രവാചകനിൽ നിന്ന് ഏറ്റെടുത്ത ഒരു ദീപസ്തംഭമുണ്ട്, ഒരു ദീപമുണ്ട്, ഒരു ദീപശിഖയുണ്ട്. അത് മുസ്ലിമീങ്ങളായ എല്ലാ ആളുകളും ഏറ്റെടുക്കണം, എല്ലാ മനുഷ്യരും ഏറ്റെടുക്കണം. എല്ലാ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. ഒരാളോട് നന്മ പറയാനും തിന്മ തടുക്കാനും പണ്ഡിതനാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാ ആളുകളുടെയും കടമയാണത്, എല്ലാ ആളുകളുടെയും കടമയാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സാധാരണ ഒരു മനുഷ്യനാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ, സഹാബികൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നത് പ്രവാചകന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനത്തിലൂടെയായിരുന്നു. അശറത്തുൽ മുബശ്ശിരി എന്ന് പറയുന്ന സഹാബികളുണ്ട്. 10 പ്രധാനപ്പെട്ട സഹാബികൾ. സ്വർഗം കൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വാഗ്ദാനം ചെയ്യപ്പെട്ട സഹാബികളാണ് അവർ. സഅദ് നബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, തൽഹത്ത് ഉബൈദുള്ളയെ പോലെ, സുബൈർ ഇബ്നു അവ്വാമിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലുള്ള പ്രധാനികളായ സഹാബികൾ. അങ്ങനെ 6ഓളം വരുന്ന പ്രധാനികളായ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച സഹാബികളെല്ലാം ഇസ്ലാം മതം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിലൂടെയാണ്, അദ്ദേഹത്തിന്റെ ക്ഷണത്തിലൂടെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ദഅവത്ത് നടത്തുന്ന സമയത്ത് ഖുർആൻ പരിപൂർണമായിട്ട് ഇറങ്ങിയിട്ടില്ല. ഖുർആനിന്റെ പകുതി മുഴുവൻ ഇറങ്ങിയിട്ടില്ല. ഖുർആനിന്റെ 1/4 ഭാഗം മുഴുവനായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇസ്ലാമിക ശരീഅത്തിന്റെ എല്ലാ വിധിവിലക്കുകളും ഇറങ്ങിയിട്ടില്ല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം തന്നെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നു. അവരെ ദീനിലേക്ക് ക്ഷണിച്ചു, അവരെ സന്മാർഗത്തിലേക്ക് നയിച്ചു, അവർക്ക് ഹിദായത്ത് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അവരുടെ എല്ലാ പ്രതിഫലം എത്തുന്നുണ്ടാവും. അപ്പോൾ ഹിദാവത്ത് എന്നുള്ളത് നന്മ കൽപ്പിക്കുക, തിന്മ തടയുക, അതിന് പാണ്ഡിത്യം, വലിയ പണ്ഡിതനായ മാത്രമേ അത് നിർവഹിക്കാൻ പാടുള്ളൂ എന്നുള്ളതല്ല. മറിച്ച് എന്താണ് ദഅവത്ത്, എന്താണ് നന്മ കൽപ്പിക്കുക, എന്താണ് തിന്മ തടയുക എന്ന് പറഞ്ഞാൽ, ഒരു സുബഹിയുടെ സമയത്ത് നമ്മൾ എഴുന്നേറ്റു അലാറം കേട്ട്, ഒരു തഹജ്ജുദിന്റെ സമയത്ത് നമ്മൾ എഴുന്നേറ്റു അലാറം കേട്ട്, നമ്മൾ എഴുന്നേറ്റതിന് ശേഷം നമ്മുടെ കട്ടിലിൽ കൂടെ കിടക്കുന്ന ഇണയെ തട്ടി ഉണർത്തലാണ് ദഅവത്ത്. ഇണയെ തട്ടി വിളിക്കലാണ് ദഅവത്ത്. അവളെ തട്ടി വിളിക്കലാണ് നന്മ കൽപ്പിക്കലും തിന്മ തടയൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. റഹിമല്ലാഹു റജലൻ ഖാമ മിനൽ ലൈൽ ഫസല്ല വഅയ്ഖല അഹ്ലഹു ഫഇൻ അബദ് നളഹ ഫീ വജ്ഹിൽ മാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുരുഷന് നന്മകൾ ചൊരിയട്ടെ, അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. പാതിരാവിലെ അവൻ എഴുന്നേറ്റു തഹജ്ജുദ് നമസ്കരിക്കാൻ, അല്ലെങ്കിൽ സുബ്ഹി നമസ്കരിക്കാൻ വേണ്ടി അവൻ എഴുന്നേറ്റ ശേഷം അവൻ നമസ്കരിച്ചു. അവന്റെ കൂടെ കട്ടിലിൽ കിടന്ന അവന്റെ ഇണയെ തട്ടി ഉണർത്തി, വിളിച്ചുണർത്തി. അവൾ എഴുന്നേൽക്കാൻ വിസമ്മതിച്ചു. അപ്പോൾ അല്പം വെള്ളം അവളുടെ മുഖത്ത് കൊടഞ്ഞിട്ട് അവളെ എഴുന്നേൽപ്പിച്ചു. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നുണ്ട്, റഹിമല്ലാഹു ഇംറഅതൻ, അല്ലാഹു ഒരു പെണ്ണിന് റഹ്മത്ത് ചൊരിയട്ടെ, അല്ലാഹു ഒരു പെണ്ണിന് റഹ്മത്ത് ചൊരിയട്ടെ. അവൾ പാതിരാവിലെ എഴുന്നേറ്റു, അവൾ നമസ്കരിച്ചു. തന്റെ കട്ടിലിൽ കൂടെ കിടക്കുന്ന തന്റെ പുതിയാപ്പിളയെ ഭർത്താവിന് വിളിച്ചുണർത്തി. ഭർത്താവ് ഉറക്കച്ചടവുകാരനും എഴുന്നേറ്റില്ല. അപ്പോൾ അല്പം കുറച്ച് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഭർത്താവിന്റെ മുഖത്ത് തടവിക്കൊടുത്തു. അങ്ങനെ ഭർത്താവിനെ വിളിച്ചുണർത്തി. അങ്ങനെയുള്ള ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചൊരിയട്ടെ. എത്ര നല്ല ദാമ്പത്യമായിരിക്കും, എത്ര മനോഹരമായിട്ടുള്ള, എത്ര സുന്ദരമായിട്ടുള്ള ഒരു ദാമ്പത്യമാണിത്. അതാണ് അംറു ബിൽ മഅറൂഫ്, അതാണ് നഹ്യു അനിൽ മുൻകർ, അതാണ് ദഅവത്ത്. നമ്മൾ രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് നടക്കാൻ ബോറായത് കൊണ്ട് കൂടെ നടക്കാൻ ചങ്ങായിയെ വിളിക്കാറുണ്ട്. നല്ലൊരു ഹോട്ടലിൽ ഇന്ന ഭക്ഷണം ഉണ്ട് എന്ന് അറിയുന്ന സമയത്ത് നീയും കഴിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യുന്ന നന്മകളിൽ കൂടെയുള്ള നമ്മുടെ കൂട്ടുകാരനെ വിളിക്കലാണ് ദഅവത്ത്. ഒരു കല്യാണ വീട്ടിൽ കല്യാണത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമുക്ക് പള്ളിയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആ സമയത്ത് കല്യാണ വീട്ടിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളോട് വാ പോയിട്ട് വരാം എന്ന് പറയലാണ് ദഅവത്ത്. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം സഞ്ചരിക്കുന്ന സമയത്ത് കൃത്യമായി നമസ്കാരത്തിൽ കൃത്യനിഷ്ഠതയുള്ള നമ്മൾ വണ്ടി സൈഡാക്ക്, ഇനി നമുക്ക് നമസ്കരിച്ചിട്ട് പോവാം എന്ന് പറയലാണ് ദഅവത്ത്. നമ്മൾ നല്ല ഭക്ഷണത്തിന്റെ റെസിപ്പികളൊക്കെ അറിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കും, ഫോട്ടോ അയച്ചു കൊടുക്കും. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു. നമ്മളങ്ങനെ സാധാരണഗതിയിൽ ഷെയർ ചെയ്യാറുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ ജീവിതത്തിൽ നിത്യമായി ചെയ്യുന്ന അദ്കാറുകൾ,
നമ്മൾ ജീവിതത്തിൽ നിത്യമാക്കിയത് പേരിൽ നമുക്കൊരുപാട് ജീവിത മാറ്റങ്ങളും അനുഭവങ്ങളും അനുഭവപ്പെട്ട ദിക്റുകൾ, നമ്മൾക്ക് കേട്ടിട്ട് മനസ്സിൽ എഫക്റ്റ് തോന്നിയിട്ടുള്ള സംസാരങ്ങൾ, പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി അയച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കേട്ടു നോക്കൂ എന്ന് പറയലാണ് ദാവത്ത്. അത് പറയലാണ് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. നമ്മൾ നല്ലൊരു ബിസിനസ് ഐഡിയ വന്നാൽ നമ്മുടെ സുഹൃത്തിനോട് പറയും. നമ്മൾ നല്ലൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൽ ഷെയർ കൂടാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ സുഹൃത്തിനോട് കൂടി പറയും. നമ്മുടെ സുഹൃത്തിന്റെ കച്ചവടത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിങ്ങനെ തിരുത്തണം, എന്നാൽ മാത്രമേ ശരിയാവുന്നുള്ള ഉപദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. അത് കൊടുക്കുന്ന അതേ അർത്ഥത്തിൽ തന്നെ വർഷം പൂർത്തിയായി നീ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുത്തോ എന്നവനെ ഓർമ്മിപ്പിക്കലാണ് ദഅവത്ത്. നീ ഇങ്ങനെയുള്ള ഹറാമായ ഇടപാടുകളിൽ ഏർപ്പെടല്ലേ, അത് നിന്റെ ദുനിയാവിലും ആഖിറത്തിലും അത് നിനക്ക് ഷർറായിരിക്കും എന്ന് തന്റെ സുഹൃത്തിനെ ഉപദേശിക്കലാണ് ദഅവത്ത്. പലിശ ലോൺ എടുത്തുകൊണ്ട് നീ ഒരു കച്ചവടത്തിൽ നിൽക്കല്ല മോനെ, അത് നിനക്ക് കാലാകാലം മാനസികമായിട്ടുള്ള ടെൻഷൻ മാത്രം ഉണ്ടാക്കൂ എന്നുള്ള പ്രിയപ്പെട്ട സുഹൃത്തിക്കിനെ ഉണർത്തലാണ്, ഉപദേശിക്കലാണ് ദഅവത്ത്. അതാണ് ദഅവത്ത്. നന്മകൾ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെയും കൂടെ കൂട്ടുക. ഞാൻ ഈ റമളാൻ ഉംറക്ക് പോകുന്നുണ്ട്, നീയും വരുന്നോ എന്ന് ചോദിക്കുക. ഞാൻ ഹജ്ജിന് പേര് കൊടുക്കുന്നുണ്ട്, നീയും കൂടുന്നെന്ന് കൂടുക. ഇന്ന നാട്ടിൽ ഒരു പാവം വിധവയും യത്തീമികളും വീടും കൂടൊന്നും ഇല്ലാതെ ജീവിക്കുന്നുണ്ട്, ഞാൻ അവരെ ചെറിയ രീതിയിൽ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നീയും സഹായിക്കുന്നുണ്ടെന്ന് ചോദിക്കുക. അവർക്കൊരു കിണർ കുഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, 70,000 രൂപയാണ്, 35,000 നീ ഇടുന്നുണ്ട് ചോദിക്കുക. ഇതൊക്കെയാണ് അംറു ബിൽ മഅറൂഫ്. ഇതൊക്കെ തന്നെയാണ് ദഅവത്ത്. ഇതൊക്കെ തന്നെയാണ് ദഅവത്ത്. ഇങ്ങനെയാണ് ദഅവത്ത്. നമ്മുടെ വീടകങ്ങളിൽ ദഅവത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാവണം. നമ്മുടെ മക്കൾ മദ്രസകളിൽ, സ്കൂളുകളിൽ ദീൻ പഠിക്കുന്നുണ്ടാവും. ആ മദ്രസകളിലും സ്കൂളുകളും ദീൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കണം. അതിന് വലിയ എഫക്റ്റ് ആണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് എന്ന് പറയുന്ന സൂറത്തുണ്ട്. ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. നിങ്ങളുടെ വീടകങ്ങളിൽ ഓതപ്പെടുന്ന ഖുർആനിനെയും പ്രവാചകന്റെ ജീവിതത്തിലുള്ള ഹദീസിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായി ഓർമ്മയുണ്ടാവണം. പ്രവാചകൻ ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപനമാണ്. നിങ്ങളുടെ വീടകങ്ങളിൽ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കണം. എന്താ ഹാബിറ്റ്? വീട്ടിലെ ഉമ്മയും മക്കളും എല്ലാം ദിവസത്തിൽ ഒരു സമയം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഇരിക്കണം. ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് പറ്റുമെങ്കിൽ അതിൽ അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ സംസാരിക്കണം, ബാക്കി എല്ലാവരും കേൾക്കണം. ദിവസവും നടക്കുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച രാത്രിയെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കണം. ഇനി അതല്ല, അറിവുള്ള ആരും ഇല്ലെങ്കിൽ നല്ലൊരു ഗ്രന്ഥം കണ്ടെത്തി, ഖുർആന്റെ വ്യാഖ്യാനമാകാം, ഹദീസ് ഗ്രന്ഥമാവാം, പ്രവാചകന്റെ സീറയാകാം, അതൊന്നിച്ചിരിക്കുന്ന വായിക്കുന്ന അനുഭവം ഉണ്ടാക്കണം. അപ്പൊ ആയാത്തെ ദർസെ ഖുർആൻ പോലുള്ള എല്ലാ ദിവസവും രാവിലെ 6:20 നടക്കുന്ന ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്. മാഷാ അല്ലാഹ്, 6000-ഓളം മലയാളികൾ അത് പങ്കെടുക്കുന്നുണ്ട്. ആ 6000-ഓളം മലയാളികളിൽ ഒരുപാട് മുസ്ലിം കുടുംബങ്ങൾ ഒരുമിച്ചിട്ടാണ് ആയാത്തെ ദർസെ ഖുർആൻ എന്ന് പറയുന്ന ആ ഖുർആനിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നതായി ഞാൻ കേട്ടിട്ടുള്ളത്. അൽ ഫുർഖാൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അത് വീടകങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ചാനലാണ് അൽ ഫുർഖാൻ. വീടും കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അധ്യാപനങ്ങൾ അത് പ്ലേ ചെയ്ത് എല്ലാ ആളുകളും ഒരുമിച്ച് അതിൻ്റെ അടുത്ത് ഇരുന്നാൽ തന്നെ അതിന്റെ എഫക്റ്റ് ഉണ്ടാവും. ഇനി അങ്ങനൊന്നുമില്ല, നല്ലത് പറയാനോ ഉപദേശിക്കാനോ പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം വീട്ടിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടി ഒരിടത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്യും. ഞാൻ പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന യാഥാസ്ഥി സുന്നികൾക്ക് ഇടയിലുണ്ടായിരുന്ന അത്തരം ആചാരങ്ങളെ ഏറ്റവും ശ്ലാഘനീയം എന്ന് പറയുന്ന ആളാണ് ഞാൻ. അതിൻ്റെതായ എഫക്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും മഗ്‌രിബാനന്തരം വീട്ടിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടുകയാണ്. അവർക്ക് ഇഷ്ടമുള്ള സൂറത്ത് ഓതാം. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാം, മുൽക്ക് പാരായണം ചെയ്യാം, വാഖിഅ പാരായണം ചെയ്യാം, റഹ്മാൻ പാരായണം ചെയ്യാം. എന്താണോ ഓരോ കുടുംബക്കാർക്കും തൃപ്തികരമായി തോന്നുന്നത് അവർ പാരായണം ചെയ്യട്ടെ. പക്ഷെ അതിന്റെ എഫക്റ്റ് ഉണ്ടാവും. വളർന്നു വരുന്ന പുതിയ തലമുറയെ അവരുടെ അപജയങ്ങളിൽ നിന്ന് പിടിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ അത്തരത്തിലുള്ള ഇരുത്തങ്ങൾക്ക് എഫക്റ്റ് ഉണ്ടാവും. സാധാരണഗതിയിൽ മുമ്പ് നമ്മുടെ ദർശനം ഞാൻ പറഞ്ഞു വെച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്. ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അള്ളാഹുവിന് വേണ്ടിയുള്ള ഇത്തരം സംഗമങ്ങളിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും, അള്ളാഹുവിന്റെ ശാന്തി ഇറങ്ങും, അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങും, മലക്കുകൾ അവിടെ വട്ടം കൂട്ടും എന്ന് ഞാൻ മുമ്പ് ഒരു ഹദീസ് സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീടകങ്ങളിൽ നമ്മൾ കൂടിയിരിക്കുന്ന ഇത്തരം മജ്‌ലിസുകളിൽ റഹ്മത്ത് ഇറങ്ങുന്നു, അള്ളാഹുവിന്റെ കരുണ ഇറങ്ങുന്നു. എത്ര മനോഹരമായിട്ടുള്ള വീടായിരിക്കും അത്. അള്ളാഹുവിന്റെ സക്കീനത്ത് ഇറങ്ങുന്നു, അള്ളാഹുവിന്റെ സമാധാനം ഇറങ്ങുന്നു. എത്ര നല്ല വീടായിരിക്കും അത്. അള്ളാഹുവിന്റെ മലക്കുകൾ ആ വീട്ടിൽ വട്ടം ചുറ്റി നിൽക്കുന്നു. എത്ര നല്ല വീടായിരിക്കും അത്. ആ രീതിയിൽ നമ്മുടെ വീടുകൾ സംഭവിക്കാൻ സാധിക്കണം. ദഅവത്ത് അതാണ്. അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ അതാണ്. ലഹരിക്കടിമയായിക്കൊണ്ട് ഒരു യുവാവിന് തന്റെ അഡിക്ഷനിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കുന്നില്ലെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കലാണ് ദഅവത്ത്. ഒരു പെൺകുട്ടി
അവൾ അവരുടെ ശരീരത്തിന്റെ നഗ്നതകളെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് പുരുഷന്മാരുടെ അടുക്കലേക്ക് പോകുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി മോളെ ഇങ്ങനെയല്ല എന്ന് സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കലാണ് ദഅവത്ത്. ഖുർആൻ പറയുന്നില്ലേ, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലതി അഹ്സൻ. നിങ്ങൾ ആളുകളോട് നല്ലത് ഉപദേശിക്കണം, പക്ഷെ വളരെ സ്നേഹത്തിൽ, സാരോപദേശങ്ങൾ നൽകിക്കൊണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ബശിർ വല തുനഫിറ. ആളുകളെ വെറുപ്പിക്കാൻ പാടില്ല, ആളുകളെ സന്തോഷിപ്പിക്കണം, ആളുകൾക്ക് വിഷമുണ്ടാക്കാൻ പാടില്ല, ആളുകളെ അപമാനിക്കാൻ പാടില്ല. പലപ്പോഴും നമ്മുടെ ദാവത്തും പ്രബോധനവും ചെറുപ്പക്കാരെ അപമാനിക്കുന്നതായി മാറുന്നുണ്ട്. അപ്പോഴാണ് അവർ നമ്മളോട് ദേഷ്യപ്പെടുന്നത്. അവരെ സ്നേഹത്തോട് അടുത്ത് ചേർത്ത് വെച്ച് നോക്കൂ, സ്നേഹത്തോടു കൂടി സംസാരിച്ചു നോക്കൂ, സ്നേഹത്തോടു കൂടി പറഞ്ഞു നോക്കൂ. യുക്തി ഉപയോഗിച്ചുകൊണ്ട്, ഖുർആന്റെ പദമങ്ങാണ് ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. യുക്തി ഉപയോഗിച്ചുകൊണ്ട്, ദീർഘവീക്ഷണത്തോടു കൂടി, നിങ്ങളുടെ തലക്കകത്തുള്ള ഐഡിയകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ദഅവത്ത് നിർവഹിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയതിനു ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം പരസ്യമാക്കിയോ? ഇല്ലല്ലോ. 3 വർഷക്കാലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി കൊണ്ടു നടന്നു. 3 വർഷക്കാലം ഹിറാ ഗുഹയിൽ നിന്ന് കിട്ടിയ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള ഖുർആൻ ആയത്തെ പരസ്യമായ ഒരു സദസ്സിൽ വെച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും പറഞ്ഞിട്ടില്ലേ. എന്തിനായിരുന്നു അത് പ്രവാചകന്റെ ദീർഘവീക്ഷണമായിരുന്നു, പ്രവാചകന്റെ യുക്തിയായിരുന്നു. എങ്ങനെ സമീപിച്ചാലാണ് തന്റെ ജനതകൾക്ക് ഏറ്റവും നല്ല ഹിദായത്ത് കൈമാറാൻ സാധിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മനുഷ്യൻ ചിന്തിച്ചു. 3 വർഷക്കാലം രഹസ്യമായി പലരെയും കണ്ട് രഹസ്യമായി അവർ ഇസ്ലാമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. 3 വർഷത്തിന് ശേഷമാണ് പരസ്യമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദഅവത്തിനെ പരസ്യപ്പെടുത്തുന്നത്. പരസ്യപ്പെടുത്തിയ സമയത്ത് മക്കത്തെ മുശ്രിക്കുകളായ നേതാക്കന്മാർക്ക് ആർക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനോ വകവരുത്താനോ സാധിച്ചില്ല. കാരണം അവർക്കതിന് സാധിക്കൂല. കാരണം 3 വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ നിന്ന് ഈ വഹി കിട്ടിയ ഉടനെ എങ്ങാനും പ്രവാചകൻ ഈ ഖുർആനിനെ പരസ്യമാക്കി പ്രഖ്യാപിച്ചാൽ അപ്പോൾ തന്നെ പ്രവാചകനെ മക്കയിലെ മുശ്രിക്കുകൾ കൊല്ലുമായിരുന്നു, അവർക്ക് കൊല്ലാൻ സാധിക്കായിരുന്നു. പക്ഷേ ഈ 3 വർഷങ്ങൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി ജാവത്ത് ചെയ്ത് ഓരോ കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലക്ക്, ഓരോ ഗോത്രത്തിലെയും ഒരു അംഗമെന്ന നിലക്ക് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. സഫാ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് പരസ്യമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിയപ്പോൾ ഒരാളും നബി തങ്ങളെ കൊല്ലാൻ വന്നില്ല. കാരണം അവർക്കറിയാം പ്രവാചകൻ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെ എൻ്റെ കുടുംബത്തിലെ, എൻ്റെ ഗോത്രത്തിലെ ഓരോ അംഗവും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ എങ്ങാനും ഞാൻ കൊല്ലുകയാണെങ്കിൽ പ്രവാചകനെ കൊല്ലുന്നത് പോലെ തന്നെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ ഉപ്പയൊക്കെ കൊല്ലേണ്ടി വരും. അത് പ്രവാചകന്റെ ഒരു യുക്തിയാണ്, പ്രവാചകന്റെ ഒരു ഹിക്മത്താണ്. ആ രീതിയിൽ പ്രവാചകന്റെ ദഅവത്ത് ഹിക്മത്തുകൾ നിറഞ്ഞതാണ്. നമ്മുടെ സമയം പരിമിതമാണ്. അപ്പോൾ ഓരോ ആളുകളെയും സമീപിക്കുന്ന സമയത്ത് ചിലപ്പം ചേർത്ത് വെക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോകേണ്ടി വരും. അഡിക്ഷന് പറ്റിപ്പോയ ഒരു കുട്ടിയെ ഉപദേശിച്ച് നന്നാക്കാൻ സാധിക്കില്ല. അവനെ കൂട്ടത്തിൽ കൂട്ടണം, കളിക്കാൻ കൂട്ടിക്കൊണ്ടുപോകണം, ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം, സ്നേഹം കാണിക്കണം, സ്നേഹത്തിൽ മഹബത്ത് ഉണ്ടാവണം. എല്ലാം ഒടുവിൽ പതിയെ മാത്രമാണ് ദഅവത്ത് നമുക്ക് സാധ്യമാക്കാൻ സാധിക്കൂ. അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ വലിയ വലിയ ആഘാതങ്ങൾ നമ്മൾ കാണേണ്ടി വരും. ഒരിക്കലും ഒരു മുസ്ലിമിന് തന്റെ സമൂഹത്തിൽ, തന്റെ നാട്ടിൽ നടക്കുന്ന ഹറാമുകളോട്, പാപങ്ങളോട് കണ്ണടക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കൂല. ഞാൻ സാന്ദർഭികമായി പറയട്ടെ, മറ്റു നാടുകളിലൊന്നും കാണാത്തതും നമ്മുടെ നാട്ടുകളിൽ വളരെ സർവ്വസാധാരണമായി കാണുന്ന ഒരു തെറ്റുണ്ട്, ഒരു പാപമുണ്ട്. ഒരു പക്ഷേ അത് നല്ലത് എന്ന നിലക്കായിരിക്കും ചെയ്യുന്നത്, പക്ഷേ അത് നമ്മൾ പോലും പിടിച്ചു കെട്ടാൻ സാധിക്കാത്ത രീതിയിൽ അതിൻ്റെ അതിര് വിടുന്ന ഒരവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. പലപ്പോഴും കോളേജും ക്ലാസ്സൊക്കെ കഴിഞ്ഞുകൊണ്ട് 10-11 മണിക്കാണ് ഞാൻ 12 മണിക്കാണ് ചിലപ്പോൾ തിരിച്ചു വരുന്ന സമയത്തും മാട്ടൂലിൻ്റെ റോഡുകളിൽ, പാലത്തിൻ്റെ മുകളിൽ ചെറുപ്പക്കാർ മാത്രമല്ല ചെരുപ്പക്കാരികളുണ്ട്. എല്ലാ ഞായറാഴ്ചയും സുബഹിക്ക് ശേഷം ഒരു ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. ആ ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കാൻ വേണ്ടി 4 മണിക്ക് ഞാൻ പുതിയ തെരുവിലേക്ക് പോകുമ്പോൾ ഈ ചെറുപ്പക്കാരികളും അവരവരുടെ നൈറ്റ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റും, ഞാനോ എൻ്റെ മക്കളോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ വീട്ടിലോ ഉള്ള ആരും അതിലില്ല എന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഒരു മുസ്ലിം അങ്ങനെ പറയേണ്ടവനല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനി ഫഇൻ ലം യസ്തതി ഫബിഖൽബി വദാലിക അളഅഫുൽ ഈമാൻ. ഒരുപക്ഷെ കുട്ടികൾ രാത്രി സമയത്തൊക്കെ ഇറങ്ങും, ഭക്ഷണം കഴിക്കും, ഉപ്പിലിട്ട് കഴിക്കും, അതൊക്കെ നല്ലതാണ്, ഒരു എൻജോയ്മെന്റ് ആണ്, ഒരു രസമാണ്, അതൊക്കെ നല്ലതാണ്. ഹലാലിന്റെ ഒരു പരിധിയുണ്ട്. ആ ഹലാലിന്റെ പരിധിയെല്ലാം കഴിഞ്ഞ് രാത്രികാലം മുഴുവൻ ചെറുപ്പക്കാർ ഉണർന്നിരിക്കുന്നു.
ഖുർആൻ പഠിപ്പിച്ചത് അല്ലൈലു സുബാത്ത, രാത്രി ഉറങ്ങാനുള്ളതാണ്. രാത്രികാലം ഉറക്കമുയച്ച് കഴിച്ചു കൂട്ടുന്ന ആ ചെറുപ്പക്കാർ അവർ എവിടെയായിരുന്നു? ഏതോരങ്ങളിലായിരുന്നു? അവരെന്തായിരുന്നു ഉപയോഗിച്ചത്? അവരെന്തായിരുന്നു സംസാരിച്ചത്? അങ്ങനെ രാത്രിയുടെ ഇരുളുകളിൽ അവർ അകപ്പെടുന്ന ലഹരിയും അവർ അകപ്പെടുന്ന MDMകളും കഞ്ചാവുകളും രക്ഷിതാക്കന്മാരായിട്ടുള്ള ഗൾഫിലുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ അറിയാതെ പോകുന്നു. വീടകങ്ങളിൽ കടന്നുറക്കുന്ന ഉമ്മമാർ അറിയാതെ പോകുന്നു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നന്മയുടെ ഹലാലിന്റെ ഒരു അതിരുണ്ട്. ആ അതിരും കടന്ന് അതിന്റെ അപ്പുറത്തെത്തിയിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് അവൻ കൈകൊണ്ട് അതിനെ തടുക്കാൻ ശ്രമിക്കണം. കൈകൊണ്ട് തടുക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെ കൈകൊണ്ട് തടുക്കേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിൽ നാവ് കൊണ്ട് തിരുത്താൻ സാധിക്കണം. നാവ് കൊണ്ട് തിരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും നാട്ടിൽ നടക്കുന്ന ആ ഹറാമിനോട്, തിന്മയോട് മാനസികമായി വെറുപ്പുണ്ടാവണം. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനും എൻ്റെ മക്കളോ അങ്ങനെയല്ല എന്നൊരിക്കലും ഒരു മുസ്ലിമിന് വിചാരിക്കാൻ സാധിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഇസ്രായേലുകാരുടെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാർ ഒരുപാട് നബിമാരെ നിയോഗിക്കപ്പെട്ട സമൂഹമാണ്. അവർക്ക് സംഭവിച്ചു പോയ അപജയം എന്തായിരുന്നു? അക്കൂട്ടത്തിൽ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. തൗറാത്തും ഇഞ്ചീലും നന്നായി പഠിച്ച വലിയ വലിയ പുരോഹിതന്മാരും പണ്ഡിതന്മാരും. അവർ നല്ല ഇബാദത്തെടുത്ത് ആരാധനയിൽ സദ്വൃത്തരായി തഖ്വയിൽ പ്രസ്ഥാന പ്രവർത്തനമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചു. അതേസമയം ആ നാട്ടിൽ ഒരുപാട് ആളുകൾ അധാർമികമായിട്ടുള്ള ജീവിതമായി കെട്ടിപ്പടുത്തു, ലഹരിക്കടിമയായിക്കൊണ്ട് ജീവിച്ചു. ആ നല്ല ആളുകൾ, ആ സദ്വൃത്തരായിട്ടുള്ള ആളുകൾ ഇവരൊന്നും തിരുത്താൻ പോയില്ല. ഖുർആന്റെ പദം ഇങ്ങനെയാണ്: ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസവ വകാനൂ യഅ്തദൂൻ കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ ലബിഅസ മാ കാനൂ യഫ്അലൂൻ. ബനൂ ഇസ്രായേലുകാരിലുള്ള അവിശ്വാസികളെ, അവരിൽ അഹ്ലു കിതാബുകാരെ ദാവൂദ് അലൈഹിസ്സലാമും അതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാമും ഒക്കെ ശപിച്ചു. അങ്ങനെ ശപിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? അവർ നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യും, പക്ഷെ കാനൂലായ തനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, തങ്ങളുടെ ജനത ചെയ്യുന്ന പാപങ്ങളെയൊന്നും അവർ തിരുത്താൻ നിന്നില്ല. അത് തടയാൻ ശ്രമിച്ചില്ല. അതിന്റെ മുമ്പിൽ കണ്ണടച്ചു. അത് അവന്റെ മകളല്ലേ, ഇവന്റെ മകളല്ലേ, ഞാൻ അതിനെ ഇടപെടണം, ഞാൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് കാരണം പ്രശ്നമുണ്ടാവൂലേ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നു. അത് കാരണം സമൂഹം നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. സമൂഹം നശിച്ചു കഴിഞ്ഞാൽ പതിയെ പതിയെ അത് നമ്മുടെ വീടുകളിലേക്കും എത്തും. ആ ലഹരിയും ആ അഡിഷനുകളും ആ മദ്യവും എല്ലാം നമ്മുടെ വീടുകളിലേക്ക് എത്തും. ആ കഞ്ചാവും ആ MDMകളും നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും നാട്ടിൽ അത് അവൈലബിൾ ആണെങ്കിൽ അത് നമ്മുടെ വീടുകളിലേക്കും എത്തും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സിമ്പിളായി പഠിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. ഒരു കപ്പലിൽ ഒരു വലിയ സംഘം യാത്ര ചെയ്യുകയാണ്. ആ കപ്പലിൽ 2 തട്ടുകളുണ്ട്. താഴെയും മുകളിലായിക്കൊണ്ട് 2 തട്ടുകൾ. ആ കപ്പലിന്റെ 2ാമത്തെ തട്ടിലാണ് കുടിക്കാനും മറ്റു ആവശ്യത്തിനൊക്കെ ഉള്ള വെള്ളം സജ്ജീകരിച്ച് വെക്കുന്നത്. താഴെ തട്ടിലുള്ള ആളുകൾ വെള്ളം എടുക്കാനൊക്കെ വേണ്ടി മുകളിലെ 2ാമത്തെ തട്ടിലേക്ക് പോകും. അവിടെ പോയി വെള്ളം എടുക്കും, കുളിയും നനയും എല്ലാം നിർവഹിക്കും. പിന്നെ പതിയെ പതിയെ ആ താഴെ തട്ടിലുള്ള ആളുകൾ വിചാരിച്ചു, എന്തിനാണ് മുകളിലെ തട്ടിലേക്ക് നമ്മൾ പോകുന്നത്? അവിടെ പോയിട്ട് നമ്മൾ എന്തിനാണ് വെള്ളം എടുക്കുന്നത്? നമ്മുടെ ഈ കപ്പലിന്റെ നമ്മളുള്ള ഈ തട്ടിൽ തന്നെ, നമ്മളുള്ള ഈ താഴെ തട്ടിൽ തന്നെ ഒരു തുളയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കടലിൽ നിന്ന് വെള്ളം മെല്ലെ കയറി വരൂലേ? ആ വെള്ളം നമുക്ക് ശേഖരിച്ചു വെച്ച് കുളിക്കാനും നനക്കാനൊക്കെ ഉപയോഗിക്കാലോ എന്നവർ കൂടിയാലോചിച്ചു, തീരുമാനിച്ചു. അവർ ആ കപ്പലിന്റെ താഴെ ഒരു ദ്വാരമുണ്ടാക്കാൻ ആരംഭിച്ചു. ദ്വാരമുണ്ടാക്കുന്നത് മുകളിലെ തട്ടിലുള്ള ആളുകൾ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ അവർ തടുക്കാൻ നിന്നില്ല. ആ ദ്വാരം ഉണ്ടാക്കല്ലേ, അങ്ങനെയാണെങ്കിൽ ഒരു സുഖല്ലേ, ഒരു പിന്നെ മുകളിലേക്ക് കയറി വരൂലോ, അവരെ കൊണ്ട് നമുക്ക് ഇടങ്ങാറുണ്ടാവൂലോ എന്ന് അവരും പറഞ്ഞു. പതിയെ പതിയെ ആ തുള വലുതായി, അതിൽ കൂടി വെള്ളം കയറി വന്നു. അവർ മുങ്ങി മരിച്ചു. ഇതുപോലെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ പാപങ്ങളും. നമ്മൾ അത് തടുത്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ വീടുകളിലേക്ക് കയറി വരും, നമ്മുടെ ഇടങ്ങളിലേക്ക് കയറി വരും. നമ്മളാൽ സാധിക്കുന്നത് എന്താണോ അത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മൾ അറിവില്ലാത്തവരായിരിക്കും, സാധാരണക്കാരനായിരിക്കും, ജോലി തിരക്കൊണ്ടവരായിരിക്കും, എല്ലാം ഉള്ള ആളുകളായിരിക്കും. പക്ഷെ നമ്മളാൽ സാധിക്കുന്ന ദാവത്ത് എന്താണോ അത് നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. നമ്മൾ കാരണം ഒരാൾ ഹിദായത്തിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ അയാൾ ചെയ്യുന്ന ഓരോ നന്മകളുടെയും പ്രതിഫലം നമ്മുടെ ഖബറിൽ കിട്ടും. ഹെവൻസിന്റെ ഹാളിലിരുന്നു കൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ഞങ്ങളുടെ ഇരിക്കൂറുള്ള പള്ളിയുടെയും മുറ്റത്ത് ഒരു ഹെവൻസ് നടക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ജുമാ ഖുത്ബക്ക് മിമ്പറിലേക്ക് ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ആ മക്കൾ ഖുർആൻ പഠിക്കുകയായിരിക്കും, അദ്കാറുകൾ ചെല്ലുകയായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള കാഴ്ച. ഈ കാഴ്ചകൾ പല നാടുകളിലും കാണുന്ന സമയത്ത് ഞാൻ ഓർക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് ഫാറൂഖ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
താല അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മളെ കേരളത്തിലൊന്നും ഇസ്ലാമിക പ്രീ സ്കൂളുകൾ അത്രത്തോളം ഉണ്ടായില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം കോഴിക്കോടുകാരനാണ്. അദ്ദേഹം ഈജിപ്തിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് അൽ ഫിത്ര എന്ന് പറയുന്ന ഇസ്ലാമിക് പ്രീ സ്കൂൾ അദ്ദേഹം കാണുന്നത്. അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ചു, അത് കേരളത്തിൽ കൊണ്ടുവന്നു. കേരളത്തിന് സാധ്യമാവുന്ന ഇടങ്ങളിലെല്ലാം അത് തുടങ്ങി, എല്ലാ ഇടങ്ങളിലേക്കും അതെത്തി. അത് പിന്നീട് എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്തു, എല്ലാ കൂട്ടായ്മകളും ഏറ്റെടുത്തു. പിന്നെ അൽ ഫിത്ര ഉണ്ടായി, ഹെവൻസ് ഉണ്ടായി, അൽബിർ ഉണ്ടായി. അങ്ങനെ നന്മകളുടെ ഒരു വലിയ സംഗമം ഉണ്ടായി. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഓരോ കുരുന്നുകളും ഓരോ കുഞ്ഞുങ്ങളും അൽബിറിന്റെയും അൽ ഫിത്രയുടെയും ഹെവൻസിന്റെയും മുറികളിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ വചനങ്ങളുടെ പ്രതിഫലം അദ്ദേഹത്തിന്റെ കബറിൽ കിടക്കുന്നുണ്ട്. അവസാനം ക്യാൻസർ ബാധിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള വേദനയോടുകൂടി പെയിനോടുകൂടി കോഴിക്കോടിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും താൻ തുടങ്ങി വെച്ച ഈ സംരംഭത്തിന് വേണ്ടി സ്വപ്നം കൊണ്ട മനുഷ്യൻ, ആ മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നമുക്കും സ്വപ്നം കാണാൻ സാധിക്കും, നമുക്കും മരിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാൻ സാധിക്കും, നമുക്കും നമ്മളാൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്തു തീർത്ത് ദുനിയാവിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്തു തീർത്ത് സന്തോഷത്തോടുകൂടി റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്നവരായി അള്ളാഹു നമ്മളെ മാറ്റുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷ ദിവസം അത് റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസമേ അള്ളാഹു നമ്മളിൽ നിന്നൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുവെ, നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന യഥാർത്ഥ പ്രബോധകരെ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാടിൽ